നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 10th ലെവലുള്ള എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ ബാക്കി ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 40 ക്വസ്റ്റ്യനാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് 41 മുതലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. 10th ലെവലിലുള്ള എക്സാംസിൻ്റെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ആ രീതിയിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഡിഗ്രി ലെവലുള്ളത് നമ്മൾ റിലേറ്റഡ് ഫാക്റ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം ഉള്ളവർ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് റിലേറ്റഡ് ഫാക്റ്റ് എന്ന രീതിയിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 41ാമത്തെ ചോദ്യം മുതൽ. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ എത്രയാണ്? 41. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ നടന്ന, അതായത് 2025 നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിലെ സ്റ്റേജ് 1ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആരാണ്? വാഗ്ഭടാനന്ദൻ. കേരളത്തിലാകെയുള്ള ലോക്സഭാ സീറ്റുകൾ, കേരളത്തിലെ എത്ര ലോക്സഭാ സീറ്റുകളുണ്ട്? 20 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിനാണ്. അടുത്ത ചോദ്യം. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകൾ ഉണ്ടായിരുന്നു. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം? കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടത് 1861 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, കീഴരിയൂർ ബോംബ് കേസ്. ഏതാ വരുന്നത്? കീഴരിയൂർ ബോംബ് കേസാണ് ബന്ധമില്ലാത്തത്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം വഹിച്ചത് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? TK മാധവൻ. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ആരാണ് പുറപ്പെടുവിച്ചത്? ഗൗരി പാർവതിബായിയാണ്. 1817 പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്നതാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അപ്പോൾ 1817 ആരാണ്? 17 പാർവതിബായിയാണ്. പാർവതിബായി എന്താ പറഞ്ഞത്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നത് നേതൃത്വം നൽകിയത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? അപ്പോൾ 20 ഉൾപ്പെടാത്ത വിഷയമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ജനസംഖ്യാനുപാത സംവരണം ഉൾപ്പെട്ടിട്ടുണ്ടായില്ല.
അപ്പോൾ ഒന്നുകൂടി നോക്കി, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമാണ്. അപ്പോൾ ഉൾപ്പെടുന്ന വിഷയങ്ങളൊന്ന് നോക്കുക. ഏതൊക്കെയാണ്? ഭരണപരിഷ്കാരം, ഖിലാഫത്ത്, പിന്നെ കുടിയാന്മ പ്രശ്നം. ഏതൊക്കെയാണ്? ഭരണപരിഷ്കാരം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത് എന്നിവയൊക്കെ 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ആദ്യ നിഘണ്ടു ആരുടേതാണെന്ന് ചോദിച്ചത് ആരുടെയാണ്? അർണോസ് പാതിരി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? കയർ ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചത്? ആലപ്പുഴയിലാണ്. വർഷം ഓർത്തു വയ്ക്കുക, 1859. 1859 ആരാണ്? ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആലപ്പുഴ. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. ആരാണ്? വാൾട്ടർ ജി റോസൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? അത് പ്ലസൻ്റയാണ്. ഏതാണ്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലസൻ്റ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ കലർന്നത് ഏതാണ്? അത് സ്ക്ലീറൻകൈമയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ കലർന്ന കല ഏതാണ്? സ്ക്ലീറൻകൈമ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? വില്ലസുകളാണ്. ഏതാണ്? വില്ലസ്. ഏതൊക്കെയാണ്? ചെറുകുടലിനകത്ത് പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് വില്ലസുകൾ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത് വൃക്ക ധമനിയാണ്. ധമനി കേട്ടോ, കൊണ്ടുവരുന്നത് ധമനി. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കാധമനിയാണ്. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമുക്ക് നോക്കാം. 4 പ്രസ്താവന തന്നിട്ടുണ്ട്. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സീറോഫ്താൽമിയ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തതോ, വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 3ഉം 4ഉം ശരിയാണ് അല്ലേ? കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയെ നമ്മൾ ഗ്ലോക്കോമ എന്ന് വിളിക്കുന്നു. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അതാര്യമാകുന്നതിന് തിമിരം എന്ന് പറയുന്നു. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മുനീറ. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഏതാണ്? സൊമാറ്റോട്രോഫിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഭീമാകാരത്വം. കോശശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 4 പ്രസ്താവനയുണ്ട്, നമുക്ക് നോക്കാം. കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വച്ചും 2ാം ഘട്ടം റൈസോബിയിലും വെച്ച് നടക്കുന്നു. റൈബോസോമിലും വെച്ച് നടക്കുന്നു. റൈബോസോം. ഓക്കെ. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 4. ഏതാണ്? 4. അപ്പോൾ ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? പൈറൂവിക് ആസിഡായിട്ട് മാറുന്നു. അടുത്ത ചോദ്യം, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം കണ്ണിലാണ് കേട്ടോ. ഏതിലാണ്? കണ്ണിൽ. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? കണ്ണിലാണ് കാണുന്നത്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. ജനറേറ്റർ എങ്ങനെയാ? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. യാന്ത്രികോർജം എന്തായി മാറുന്നു? വൈദ്യുതോർജമായി മാറുന്നു.
ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയം. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം സമ്പുഷ്ട യുറേനിയമാണ്. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? അത് 4 മടങ്ങാകുകയാണ് ചെയ്യുന്നത്. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. അടുത്തത് കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കി. പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. ഇതിലേതാണ് പെടാത്തത്? വേഗമാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ ആണ്. അന്തരീക്ഷമർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? എന്താ ചോദ്യം? ബന്ധപ്പെടാത്തതാണ്. 4 പ്രസ്താവനകളുണ്ട്, നമുക്ക് നോക്കാം. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, ന്യൂട്രോണിനെ കണ്ടെത്തി. ഏതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന? ഏതാണ്? ന്യൂട്രോണിനെ കണ്ടെത്തി. അടുത്തത് റബ്ബറിൻ്റെ മോണോമർ. റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ് കണ്ടെത്തിയത്? ഹെൻറി ബെക്വറലാണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്വറൽ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? അലൂമിനിയം. ലീച്ചിങ് അലൂമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുകളുമുള്ള ആറ്റങ്ങൾ ഏതാണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ളതാണ് ഐസോബാർ. ഏതാണ്? ഐസോബാർ ആണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും. അപ്പോൾ 80 ചോദ്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പഠിച്ചു. ബാക്കിയുള്ളത് അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ്. അത് നമ്മളിപ്പോൾ നോക്കുന്നില്ല. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.